തൃശൂർ പൂരത്തിനിടെ പ്രതിസന്ധിയുണ്ടാക്കാൻ അട്ടിമറി നീക്കം നടത്തിയത് സുരേഷ് ഗോപിയും ബി.ജെ.പി. നേതാക്കളുമെന്ന സൂചന. സംഭവത്തിന്റെ യാഥാർത്ഥ്യം തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ വ്യക്തമാക്കിയതോടെയാണ് ബി.ജെ.പിയുടെ ഗൂഢാലോചന പുറത്തുവന്നത്. സംഭവത്തെക്കുറിച്ച് സർക്കാരും അന്വേഷണം നടത്തും. തൃശൂർ പൂരം വെടിക്കെട്ട് വൈകിയതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഗൂഢാലോചന ആരോപിച്ച് ആദ്യം രംഗത്ത് വന്നത് ബി.ജെ.പി. നേതാക്കളും സുരേഷ് ഗോപിയുമായിരുന്നു. പോലീസിനെ ഉപയോഗിച്ച് സർക്കാർ പൂരം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്നായിരുന്നു ആരോപണം. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മന്ത്രി കെ രാജനും ജില്ലാ കളക്ടറും ഇടപെട്ട് ചർച്ച നടത്തി രാത്രി തന്നെ പരിഹാരമുണ്ടാക്കിയിരുന്നു. പിന്നീട് തിരുവമ്പാടി ദേവസ്വം ഭരണസമിതി യോഗത്തിനിടെ ബി.ജെ.പി. നേതാക്കളായ വത്സൻ തില്ലങ്കേരി, വി ഗോപാലകൃഷ്ണൻ, കെ അനീഷ് കുമാർ തുടങ്ങിയവർ പുറത്തു കാത്തിരുന്നു. ഇവരാണ് സുരേഷ് ഗോപിയെ വിളിച്ചു വരുത്തിയത്. സുരേഷ് ഗോപി ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചു എന്ന് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കലായിരുന്നു ലക്ഷ്യം. കാൽവേദന കാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണം പോലും ഒഴിവാക്കിയ സുരേഷ് ഗോപിയാണ് പുലർച്ചെ 3 മണിക്ക് ഈ നാടകത്തിനെത്തിയത്. ഇത് പൊളിഞ്ഞതോടെ സംസ്ഥാന സർക്കാരിനെതിരായി ആരോപണം. ഇതിനിടെ തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ വിളിച്ചിട്ടാണ് താൻ വന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. സത്യാവസ്ഥ ദേവസ്വം സെക്രട്ടറി തന്നെ വെളിപ്പെടുത്തിയതോടെ ആ കള്ളവും പൊളിഞ്ഞു. സുരേഷ് ഗോപിയുടെ സഹായി തന്നെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു എന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ വെളിപ്പെടുത്തി. അതായത് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി അവരെ ഞാൻ നേരിട്ട് വിളിച്ചു എന്നാണ് ഒരു മാധ്യമത്തിൽ അദ്ദേഹം പറഞ്ഞതായിട്ട് കേട്ടു. അതൊരു തെറ്റാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെ അദ്ദേഹത്തിൻ്റെ ഒരു PA എന്നെ വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ സുരേഷ് ഗോപി സാർക്കൊന്ന് ഫോൺ കൊടുക്കുന്നുണ്ട്. അതൊരു ഗ്രൂപ്പ് ഡയലിംഗാണ് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ സുരേഷ് ഗോപി സാർക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും പ്രശ്നങ്ങൾ ഇങ്ങനെ നിറഞ്ഞേക്കുന്ന സമയത്ത് ഇവിടുത്തെ കാൻഡിഡേറ്റ് അയാൾ സംസാരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ അതിൽ വേറൊരു തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ലായിരുന്നു. ചിലർ നടത്തിയ ഈ ഗൂഢാലോചനയെക്കുറിച്ച് സർക്കാർ അന്വേഷണം നടത്തുമെന്നും തക്കതായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. ഇതുവരെ കാണാത്ത വർഗീയവാദ പ്രവർത്തനത്തിൽ PhD നേടിയ കുറേ ആളുകൾ അവിടെ സംഘം ചേർന്നിരിക്കുന്നത് സംശയകരമാണ്. ഇതെല്ലാം സംഘടിതമായി ഈ പ്രവർത്തനങ്ങളും ഗൂഢാലോചനയുമെല്ലാം സമഗ്രമായി അന്വേഷിക്കുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. പൂരത്തിന്റെ പേരിൽ മതസ്പർദ്ധയുണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ മാസങ്ങളായി സംഘപരിവാർ നടത്തിവരുന്ന ഗൂഢാലോചനയാണ് സംസ്ഥാന സർക്കാരും ദേവസ്വം ഭാരവാഹികളും ഇടപെട്ട് പൊളിച്ചത്. കൈരളി ന്യൂസ്, തൃശൂർ.